ഇത് കുടിക്കുന്നത് മൂലം പ്രമേഹം മാത്രമല്ല കുറയുന്നത്, കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിനും ഉറക്കമില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിനും നല്ല ദഹനത്തിനും വെയിറ്റ് കുറയ്ക്കുന്നതിനും രക്തം ശുദ്ധീകരിക്കുന്നതിനും പിന്നെ മദ്യപിക്കുന്നവരിൽ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സ്കിൻ ഗ്ലോ ചെയ്യുന്നതിനും മുടികൊഴിച്ചിൽ തടയുന്നതിനുമൊക്കെ വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പാവയ്ക്ക എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരുന്നത് ഇതിൻ്റെ കയ്പ്പായിരിക്കും അല്ലേ? സ്വാദിൽ കയ്പ്പുണ്ടെങ്കിലും പാവയ്ക്കയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിനാവശ്യമായ നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകളും അവശ്യ വിറ്റാമിനുകളും പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്നു. പാവയ്ക്ക 2 കളറുകളിൽ കാണാം, കടും പച്ച നിറത്തിലും ഇളം പച്ച നിറത്തിലും. ഈ 2 കളറുകളിലും നിങ്ങൾക്ക് പാവയ്ക്ക ലഭ്യമാകുന്നതാണ്. പാവയ്ക്ക വളരുന്ന സ്ഥലത്തിനനുസരിച്ചാണ് ഈ കളറിൽ വ്യത്യാസം വരുന്നത്. ഈ 2 നിറങ്ങളിലും ലഭിക്കുന്ന പാവയ്ക്കകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രമേഹം, കൊളസ്ട്രോൾ തുടക്കക്കാർക്ക് മരുന്നില്ലാതെ ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഡ്രിങ്ക് ഒരാൾക്ക് കുടിക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 കയ്പ്പയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കയ്പ്പയ്ക്കയാണ്. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് കയ്പ്പയ്ക്ക എടുക്കുക. കയ്പ്പയ്ക്ക, പാവയ്ക്ക എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇതിനെ കയ്പ്പയ്ക്ക എന്നാണ് പറയുന്നത്. സൈസ് കുറച്ച് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. നല്ല പച്ചനിറത്തിൽ കാണുന്ന കയ്പ്പയ്ക്കയും പെയിൽ ഗ്രീൻ നിറത്തിലുള്ള കയ്പ്പയ്ക്കയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പഴുത്ത കയ്പ്പയ്ക്ക ഒഴിവാക്കണം. അതുപോലെ തന്നെ കയ്പ്പയ്ക്കയ്ക്ക് ചെറിയ ഓറഞ്ച് കളർ, റെഡ് കളർ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം കയ്പ്പയ്ക്കകൾ ഒഴിവാക്കണം. ആദ്യം നമുക്ക് ഈ കയ്പ്പയ്ക്ക നന്നായി കഴുകിയെടുക്കണം. 1-2 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കുക. ഞാനിവിടെ കയ്പ്പയ്ക്ക അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. കഴുകിയെടുത്തതിന് ശേഷം കയ്പ്പയ്ക്ക 2ആയി മുറിച്ച് ഇതിൻ്റെ ഉള്ളിലെ സീഡ്സ് എടുത്ത് മാറ്റണം. ഞാനൊരു ടീസ്പൂൺ ഉപയോഗിച്ചാണ് ഇതിൻ്റെ സീഡ്സ് മാറ്റുന്നത്. കയ്പ്പയ്ക്കയിൽ ഇൻസുലിൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംയുക്തമുണ്ട്. പോളിപെപ്റ്റൈഡ് പി അഥവാ ഇൻസുലിൻ പി എന്നാണ് ഇതിനെ പറയുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇതാണ്. ഒരു ഗ്ലാസ് പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നത് മൂലം പ്രമേഹം മാത്രമല്ല കുറയുന്നത്, അതിനോടൊപ്പം കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിനും ഉറക്കമില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിനും നല്ല ദഹനത്തിനും വെയിറ്റ് കുറയ്ക്കുന്നതിനും രക്തം ശുദ്ധീകരിക്കുന്നതിനും ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സ്കിൻ ഗ്ലോ ചെയ്യുന്നതിനും മുടികൊഴിച്ചിൽ തടയുന്നതിനുമൊക്കെ വളരെ നല്ലതാണ്. ഈ ഒരൊറ്റ ഡ്രിങ്കിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ കയ്പ്പയ്ക്ക 2-3 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. ജ്യൂസിൻ്റെ കോൺസെൻട്രേഷൻ നോക്കിയതിന് ശേഷം വെള്ളം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കയ്പ്പയ്ക്ക നല്ല സ്മൂത്തായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ജ്യൂസ് അരിച്ചെടുക്കാനായി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. സ്ത്രീകളിൽ സ്തനാർബുദം, വൻകുടൽ ക്യാൻസർ, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നതിന് കയ്പ്പയ്ക്ക ജ്യൂസായോ അല്ലാതെയോ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തുന്നതിനും അലർജിയെയും അണുബാധയെയും തടയുന്നതിനും കയ്പ്പയ്ക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒഴിവാക്കാതെ കയ്പ്പയ്ക്ക ഉപയോഗിക്കുക. കയ്പ്പയ്ക്കയിൽ പൊട്ടാഷ്യം ധാരാളമുള്ളതിനാൽ BP കുറയ്ക്കാൻ വളരെ നല്ലതാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും കയ്പ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. കയ്പ്പയ്ക്കയിലെ ചില പ്രോട്ടീനുകളാണ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നത്. കയ്പ്പയ്ക്കയിൽ ഫൈബർ ധാരാളമുള്ളതിനാൽ മലബന്ധം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് കയ്പ്പയ്ക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. 100 ഗ്രാം കയ്പ്പയ്ക്കയിൽ 17 കലോറിയാണുള്ളത്. പതിവായി കയ്പ്പയ്ക്ക ജ്യൂസ് കുടിക്കുന്നത് മൂലം ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ശരീരത്തിലെ അമിതമായ സോഡിയം ആഗിരണം ചെയ്ത് BP നിയന്ത്രിച്ചു നിർത്തി സ്ട്രോക്ക് വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അതിനാൽ ഹൃദയാഘാത സാധ്യത കുറയ്ക്കുകയും കൂടുതൽ കാലം ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു.
ഇതുമാത്രമല്ല, മദ്യപിക്കുന്നവരിൽ കരളിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വളരെ നല്ലതാണ് കൈപ്പയ്ക്ക ജ്യൂസ്. ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് വിറ്റാമിൻ ആൻഡ് ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ച പഠനങ്ങളിൽ കരളിലെ എൻസൈമുകളുടെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിലൂടെ കരൾ തകരാറിൽ നിന്ന് കരളിനെ സംരക്ഷിക്കാനുള്ള സംയുക്തങ്ങൾ കൈപ്പയ്ക്ക ജ്യൂസിലുണ്ടെന്നാണ് പറയുന്നത്. കൈപ്പയ്ക്ക ജ്യൂസ് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ജ്യൂസിൻ്റെ കോൺസെൻട്രേഷൻ നോക്കുക. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൈപ്പയ്ക്ക ജ്യൂസിൻ്റെ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്താവുന്നതാണ്. നല്ല തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. എനിക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ മതി, അതിനാൽ ഞാൻ എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്യുന്നില്ല. ഈ ജ്യൂസ് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അടുത്തതായി ഇതിലേക്ക് പകുതി ലെമൺ പിഴിഞ്ഞൊഴിക്കുക. വൈറ്റമിൻ സി ധാരാളമുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ലെമൺ. ഇനി ഇതിലേക്ക് അല്പം ഇന്ദുപ്പ് കൂടി ചേർക്കുക. ഉപ്പും ലെമൺ ജ്യൂസും ചേർക്കുമ്പോൾ തന്നെ കയ്പ്പ് രുചിക്ക് അല്പം വ്യത്യാസം വരും. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുടിക്കുക. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയതിനു ശേഷം ഒരുപാട് നേരം വയ്ക്കരുത്. അതുപോലെ തന്നെ പിന്നെ കുടിക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലും വയ്ക്കരുത്. ജ്യൂസ് തയ്യാറാക്കിയ ഉടൻ തന്നെ അത് കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ ഈ ജ്യൂസ് കുടിക്കുന്നതാണ് ആരോഗ്യത്തിന് അത്യുത്തമം. കൈപ്പയ്ക്ക ജ്യൂസ് കുടിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. മരുന്നില്ലാതെ ഷുഗർ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഇതുപോലെ തയ്യാറാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ കൈപ്പയ്ക്ക ജ്യൂസ് ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. കാരണം കൈപ്പയ്ക്ക ജ്യൂസും മരുന്നുകളും ഒരേ സമയം കഴിക്കുമ്പോൾ ചിലപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറഞ്ഞേക്കാം. ഈ അവസ്ഥ ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ഒരു ജ്യൂസ് കുടിക്കുക. ഇനി ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരും അല്ലാത്തവരും ഡയറ്റിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ബീൻസ്, പീസ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ സാൽമൺ, മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കറി രൂപത്തിൽ ഉൾപ്പെടുത്തണം. വറുത്തതും മധുരപലഹാരങ്ങളും ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കുക. ഫ്ലാക്സ് സീഡുകൾ, ചിയാ സീഡുകൾ, സൂര്യകാന്തി വിത്തുകൾ, മത്തങ്ങയുടെ വിത്തുകളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 20 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. നന്നായി ഉറങ്ങുക. ജീവിതശൈലി രോഗങ്ങളായ കൊളസ്ട്രോൾ, ഷുഗർ, BP, അമിതവണ്ണം എന്നിവ കുറയ്ക്കുന്നതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മരുന്നുകൾ കഴിച്ചതുകൊണ്ട് മാത്രം പോരാ, ഡയറ്റിലും എക്സസൈസിലും ശ്രദ്ധ ചെലുത്തണം. അപ്പോൾ ഡയറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഡയറ്റും എക്സസൈസും മെഡിക്കേഷനും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു ഹെൽത്തി റെസിപ്പി ആൻഡ് ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹെൽത്തി റെസിപ്പി ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്തൊരു ദിവസം മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്